നമ്മൾ ST ഡിസൈൻസിൽ പോയപ്പോൾ അവിടെ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്ന മെറ്റീരിയലാണ് കേട്ടോ ഇത് ഞാനൊരു ഔട്ട്ഫിറ്റ് ഫ്രം സ്ക്രാച്ച് വീഡിയോ ആയിട്ട് വലിയ വീഡിയോ ആയിട്ട് ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ഷോർട്ട് വീഡിയോ ആയിട്ട് ഒതുക്കുകയാണ്. ഈ ഒരു കോഫി കളർ മെറ്റീരിയൽ വെച്ചിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് നോക്കാം. 2 മീറ്ററാണ് തുണി ഉണ്ടായിരുന്നത്. 160 രൂപയാണ് കേട്ടോ പെർ മീറ്റർ. അപ്പോൾ നമുക്ക് 320 രൂപ വന്നിട്ടുണ്ട്. ബാക്കി അതിലേക്കുള്ള ഇലാസ്റ്റിക് നൂരെല്ലാം കൂടെ 350 രൂപ കണക്കാക്കിക്കോളൂ നമ്മുടെ എക്സ്പെൻസ്. അപ്പോൾ ഞാൻ ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അതിലേക്കുള്ള ഹെഡ് ബാൻഡിൻ്റെ പരിപാടിയിലാണ്. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ എന്താ പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമുക്ക് തുന്നാൻ അറിയുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര പോക്കറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമ്മുടെ കുട്ടികൾക്ക് ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഈ ഒരു ഫ്രോക്ക് പുറത്തേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഹെഡ് ബാൻഡും ആ ഫ്രോക്കിൻ്റെ സ്റ്റിച്ചിങ് ചാർജും ഉൾപ്പെടെ ഒരു 400-നടുത്ത് അല്ലെങ്കിൽ 350 മിനിമം ഞാൻ വാങ്ങിക്കും കേട്ടോ. ഒരു സെറ്റിന് 350 ഞാൻ മിനിമം വാങ്ങും. അപ്പോൾ നിങ്ങൾ നോക്കിക്കോളാം നമുക്ക് എത്ര ലാഭമാണ് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇത് 2 മീറ്റർ തുണി ഞാൻ എടുത്തിട്ടുള്ളത് 58 ഇഞ്ച് അല്ലെങ്കിൽ 60 ഇഞ്ച് വീതിയിലാണ് കേട്ടോ. ആ ഗ്രീൻ കളർ തുണി വന്നിട്ടുള്ളത് 3 മീറ്ററാണ്. അതിൽ ഫ്രോക്ക് ഞാൻ പിന്നീട് ചെയ്ത് കാണിക്കാം. ഇപ്പം ഞാൻ ഈ കോഫി കളറിലാണ് ചെയ്യുന്നത്. ഇതും സെയിം തന്നെ വിട്ടുള്ള തുണിയാണ് കേട്ടോ. നല്ല വിട്ടുള്ള തുണിയാണ്. അപ്പോൾ നിങ്ങൾ തുണി ഇതുപോലെ അങ്ങനെ നമ്മൾ ലാഭത്തിന് ചെയ്യാൻ വേണ്ടി എടുക്കുമ്പോൾ നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള തുണിയാണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ അതിന് വീതിയും കൂടെ ഉണ്ടോ എന്നുള്ളത് നോക്കിക്കഴിഞ്ഞാൽ എനിക്കിങ്ങനെ 1-2 കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനെപ്പോഴും എൻ്റെയും അനിയത്തിയുടെയും കുട്ടിക്ക് ഒരുമിച്ച് ഒരേപോലെയാണ് കേട്ടോ ചെയ്യാറുള്ളത്. അപ്പോൾ ഓരോ വയസ്സിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. അപ്പോൾ ഞാൻ സിമ്പിളായിട്ടാണ് ഫ്രോക്ക് ചെയ്തിട്ടുള്ളത്. ഇതിലിപ്പോൾ ആകെ പ്രത്യേകതയായിട്ട് ഒരു ലാൻഡേൺ സ്ലീവ് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതേ ഉള്ളൂ. അത് നല്ല ഭംഗിയുള്ള ക്യൂട്ടായിട്ടുള്ളൊരു സ്ലീവാണ്. പിന്നെ ഒരു ബണ്ണി ഇയർ ടൈപ്പ് ഓഫ് ഹെഡ് ബാൻഡ് ചെയ്തിട്ടുണ്ട്. അതും 2 ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത്രയും ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്ക് ഇതൊരു സെറ്റ്, നെക്സ്റ്റ് ഒരു സെറ്റ്, ഇത്രയും ചെയ്ത് കഴിഞ്ഞിട്ട് ഞാനൊരു സ്ക്രഞ്ചി അഡീഷണൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. സ്ക്രഞ്ചി ചെയ്തിട്ടുള്ളത് എൻ്റെ ഒരു കസിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ള ഒരു സ്ക്രഞ്ചിയാണ്. അതും കഴിഞ്ഞിട്ട് എനിക്കൊരു ചെറിയ സ്ലീവ്, അതായത് ഒരു ഷോർട്ട് സ്ലീവ് വെക്കാൻ പാകത്തിന് ഒരു കുഞ്ഞി കഷ്ണം തുണി എനിക്ക് ബാലൻസ് ഉണ്ട് കേട്ടോ. പിന്നെ അത് നിങ്ങളൊരു വയലറ്റ് കളറിൽ ഞാൻ നെക്കിൽ ചെയ്തത് കാണുന്നുണ്ടാവും. അത് എൻ്റെ കയ്യിൽ ക്യാൻവാസ് അടിച്ച് മറിക്കാനായിട്ട് സെയിം കളർ തുണി ഇല്ലാത്തതുകൊണ്ട് ഞാൻ എടുത്തിട്ടുള്ളതാണ് കേട്ടോ. ഇപ്പോൾ എൻ്റെ കുട്ടികൾക്കായതുകൊണ്ടും ഇത് ബാക്കിൽ വരുന്ന ഒരു സംഗതി ആയതുകൊണ്ടും അത് കുഴപ്പമില്ല കേട്ടോ. ഇതാണ് ആ സ്ക്രഞ്ചി. പിന്നെ ഇതാണ് എനിക്ക് അതിൽ നിന്ന് ആ എൻ്റയർ ക്ലോത്തിൽ നിന്ന് ബാലൻസ് ഉള്ള ക്ലോത്ത് കിട്ടും. അപ്പോൾ ഞാനിത് ഇവിടെ എടുത്ത് വയ്ക്കുകയാണ്. ഏതൊരു ഈ സെയിം ഷെയ്ഡ് ജോർജറ്റിൻ്റെ തുണിയോ അങ്ങനെ എന്തെങ്കിലും തുണി മേടിച്ചിട്ട് നമുക്ക് അതിലേക്ക് സ്ലീവ് കൊടുക്കുകയോ അല്ലെങ്കിൽ നെക്കിലൊരു പാറ്റേൺ കൊടുക്കുകയോ ചെയ്യാമല്ലോ. അപ്പോൾ എനിക്ക് താമസിക്കുകയും മാച്ചിങ് ആവുകയും ചെയ്യുമല്ലോ. അങ്ങനെ കേട്ടോ. അപ്പോൾ ഫ്രോക്കിൻ്റെ ഒരു ലുക്ക് കണ്ടുല്ലോ. ഇനി നിങ്ങൾക്കിത് ഇഷ്ടമായോ എന്ന് പറയൂ കേട്ടോ. താങ്ക് യു.